എഡ്യൂക്കേറ്റീവ് 2019 സ്കീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് S7 ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസിൻ്റെ മൊഡ്യൂൾ 2 തിയറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പ്രോബ്ലംസൊക്കെ പഠിച്ചു കഴിഞ്ഞു. ക്ലച്ചും ബ്രേക്കുമാണ് ഈ മൊഡ്യൂളിനകത്തുള്ളത്. അപ്പം നമ്മൾ തിയറിയിൽ ആദ്യം ബ്രേക്കിൻ്റെ തിയറിയാണ് നോക്കണേ. സിംഗിൾ ബ്ലോക്ക് അല്ലെങ്കിൽ ഷൂ ബ്രേക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ട് ഓൾറെഡി നമുക്കിതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. അതിൻ്റെ ഫിഗറൊക്കെ നമ്മൾ ഓൾറെഡി വരച്ചതാണ്, അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം നമുക്കിവിടെ ഡീറ്റെയിൽ അല്ലാതെ ഒരു ബേസിക് ആയിട്ടുള്ള 3 മാർക്സിന് വേണ്ടിയുള്ള തിയറിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ആ ഫിഗറിൽ കാണിച്ചേക്കുന്ന ഷൂ പി എന്ന് പറഞ്ഞ ഫോഴ്സ് താഴത്തേക്ക് ആ ലിവറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡ്രമ്മിൽ വന്നിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഫ്രിക്ഷൻ കാരണം ആ ഡ്രമ്മ് സ്റ്റോപ്പാകും. അങ്ങനെയാണ് നമ്മൾ ആ ബ്ലോക്കുകൾ വെച്ചിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ബ്രേക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന കുറച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻസൊക്കെ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ചില കേസിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ തന്നെ ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും. അതിനാണ് നമ്മൾ സെൽഫ് ലോക്കിംഗ് ബ്രേക്ക് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ലോക്കിങ്ങിൻ്റെ കണ്ടീഷനും ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. നമ്മൾ അതിൻ്റെയും പ്രോബ്ലം ചെയ്തതാണ്, അപ്പോൾ നമുക്കൊരു ധാരണയുണ്ട് അതെന്താണ്. അടുത്തായിട്ട് പിവോട്ടഡ് ബ്ലോക്ക് ഓർ ഷൂ ബ്രേക്ക്. അപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് ബ്രേക്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് 60 ഡിഗ്രിന് മുകളിൽ വരാണെങ്കിൽ ആ ബ്ലോക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷറിൽ വ്യത്യാസം ഉണ്ടാകും പല ഏരിയയിലും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പിവോട്ട് വെച്ചിട്ട് ആ ഷൂ ഒന്ന് പിവോട്ട് ചെയ്ത് വയ്ക്കും, എന്നിട്ടാണ് അവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണത്. പിന്നെ സിമ്പിൾ ബാൻഡ് ബ്രേക്ക്, ഇവിടെ നമ്മൾ ബാൻഡാണ് യൂസ് ചെയ്യണത്. ആ മുകളിൽ കാണിച്ചിരിക്കുന്ന ലിവറിൽ ഒരു ബാൻഡ് കൊടുത്തിട്ട് ആ ബാൻഡ് ആണ് ആ ഡ്രമ്മിന് ചേർന്ന് വന്നിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഫ്രിക്ഷൻ കാരണം ബ്രേക്ക് അപ്ലൈ ആണ്. ഇത് തന്നെ നമ്മുടെ ലിവർ കുറച്ച് പുറത്തേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുക, അതിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ ബാൻഡ് ബ്രേക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മളവിടെ B1 B2 എന്നൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. എഗെയിൻ സിമിലറാണ് വർക്കിംഗ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് സിമിലറായിട്ട് എഴുതി വെച്ചാൽ മതി. അടുത്തായിട്ട് ബാൻഡ് ആൻഡ് ബ്ലോക്ക് ബ്രേക്ക്. ഇവിടെ ഈ ബാൻഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്കിൻ്റെ എലമെൻറ്റുകളുണ്ട്. അത് കാരണമാണ് നമുക്കവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡ്രമ്മിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ബ്രേക്ക്. ഇപ്പോൾ ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ബ്രേക്കിൽ നമുക്ക് 2 ഷൂ ഉണ്ട്. ആ ഷൂവിൽ നമ്മൾ ആ ഹാച്ച് ചെയ്ത് കാണിച്ചേക്കണതാണ് അതിൻ്റെ ബ്രേക്ക് ലൈനിങ്, അതാണ് ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബ്രേക്ക് ലൈനിങ് ഡ്രമ്മിലേക്ക് ചേർന്നിട്ട് ആ ഫ്രിക്ഷൻ കാരണമാണ് അവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ബ്രേക്സ് ഉണ്ട്, എല്ലാം 3 മാർക്സിന് പഠിച്ചു വെച്ചാൽ മതി. അതുകഴിഞ്ഞിട്ട് നമുക്ക് ക്ലച്ചിലേക്ക് പോകാം. ക്ലച്ച് നമുക്കറിയാം നമ്മുടെ ഗിയർ ബോക്സ് എഞ്ചിനായിട്ട് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സിംഗിൾ ഡിസ്ക് അല്ലെങ്കിൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. അപ്പോൾ അവിടെ നമ്മുടെ 2 ഷാഫ്റ്റ് നമുക്ക് കാണാം, ഡ്രൈവിങ്ങും ഡ്രിവണും. അപ്പോൾ നമ്മൾ ആ ലിവറിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സ്പ്രിങ്ങിന് എഗനിസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കണത്. അങ്ങനെ നമ്മൾ ക്ലച്ച് പ്ലേറ്റിനെ നമ്മുടെ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യാൻ നേരത്ത് അത് പോയി എൻഗേജ് ചെയ്യും. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത്. ആ ഫിഗർ ഒന്ന് നോക്കി വയ്ക്കുക. അടുത്തായിട്ട് മൾട്ടിപ്ലേറ്റ് ക്ലച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്കൊരു സ്ഥലപരിമിതി വരുമ്പോൾ ഫ്രിക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഡിസ്കിൻ്റെ സൈസ് കുറച്ചിട്ട് എണ്ണം കൂട്ടും. അപ്പോൾ വർക്കിംഗ് സിമിലർ തന്നെയാണ്, പക്ഷേ ഇവിടെ നമുക്ക് കൂടുതൽ ടോർക്ക് കിട്ടും കാരണം കൂടുതൽ പ്ലേറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഫിഗർ നോക്കി വയ്ക്കുക, വർക്കിംഗ് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പിന്നെ കോൺ ക്ലച്ചിൽ ഒരു ഫ്രിക്ഷൻ സർഫസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തേക്കുന്നതാണ്, അതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ ഫിഗർ തന്നെയാണ് നമ്മളിവിടെ കാണിച്ചേക്കണത്. അപ്പോൾ ഇത് നമ്മുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എൻഗേജും ഡിസെൻഗേജും ആയിക്കോളും. ആ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട്. അടുത്തായിട്ട് സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. ഇതിൽ നമ്മൾ ഡ്രമ്മിൻ്റെ അകത്ത് 4 ഷൂ വെച്ചിട്ടുണ്ട്. ആ ഷൂ എല്ലാം സ്പ്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ആ ഷൂ പുറത്തേക്ക് തള്ളിയിട്ട് നമ്മുടെ ഡ്രമ്മിൽ ഫ്രിക്ഷൻ അപ്ലൈ ചെയ്തിട്ട് എൻഗേജും ഡിസെൻഗേജും ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ പ്രോബ്ലം നമുക്കതിന് ചോദിക്കാറില്ല, അപ്പോൾ ഈ തിയറി മാത്രം നോക്കി വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ ഒരു കമ്പാരിസൺ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അത് വെക്കാൻ 3 മാർക്സിനായതുകൊണ്ട് നിങ്ങൾ ആ ബേസിക് ആയിട്ടുള്ള ടേമുകളൊക്കെ ഒന്ന്
ഓർത്ത് വെച്ചിട്ട് എഴുതാൻ പാകത്തിന് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. പിന്നെ ഒന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെൽഫ് ലോക്കിങ്ങും എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് യൂണിഫോം പ്രഷർ തിയറി ആൻഡ് യൂണിഫോം വെയർ തിയറിയിലേക്ക് പോയത്. ക്ലച്ചിനകത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എടുക്കുന്ന ഇക്വേഷൻസിനകത്ത് 2 ടൈപ്പ് ഇക്വേഷൻ ഉണ്ട്, യൂണിഫോം പ്രഷർ തിയറി അതുപോലെ യൂണിഫോം വെയർ തിയറി. അതെന്താണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ യൂണിഫോം വെയർ തിയറി അസ്യൂം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പ്ലേറ്റിൻ്റെ എല്ലാ സൈഡും ഒരേപോലെയാണ് തേഞ്ഞ് തീരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളവിടെ ഡിസൈനിങ് കൺസിഡർ ചെയ്യണം. ക്ലച്ച് യൂണിഫോമായിട്ട് തേഞ്ഞ് തീരുന്നു എന്നുള്ള രീതിയിൽ. യൂണിഫോം പ്രഷർ തിയറിനകത്ത് നമ്മുടെ ക്ലച്ച് പ്ലേറ്റിൽ എല്ലായിടത്തും ആക്ട് ചെയ്യുന്ന പ്രഷർ സെയിം ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും, യൂണിഫോം പ്രഷർ തിയറി നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഒരു പുതിയ ക്ലച്ചിൻ്റെ കേസിലാണ്. അപ്പോൾ യൂണിഫോം ആയിരിക്കും അവിടെ അപ്ലൈ ചെയ്യണ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ യൂണിഫോം വെയർ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള ക്ലച്ചിനകത്താണ് ഉപയോഗിക്കണത്, അവിടെ വെയർ യൂണിഫോം ആണെന്നുള്ളൊരു കേസിൽ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും യൂണിഫോം വെയർ തിയറിയാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോവർ ടോർക്ക് കപ്പാസിറ്റി ക്ലച്ചായിരിക്കും കിട്ടുക യൂണിഫോം പ്രഷർ അസംഷനൊക്കെയും. അതുപോലെ തന്നെ ക്ലച്ച് ഡയമെൻഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ടോർക്കും നമുക്കവിടെ കിട്ടും. അപ്പോൾ ഈ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അതാണ് എപ്പോഴും യൂസ് ചെയ്യുക, മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ. ഇപ്പോഴും നമുക്ക് ലാസ്റ്റ് 2 ഡെറിവേഷനിലേക്ക് അങ്ങോട്ട് കിടക്കാം. ടോർക്ക് അനാലിസിസ് ഓഫ് കോൺക്ലച്ചിൻ്റെ ഫിഗർ നമ്മളവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഡി എന്നൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സും ആക്സിയൽ ഫോഴ്സും അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സിനൊക്കെ ഇക്വേഷനാണ് എഴുതി വെക്കണേ. എന്നിട്ട് നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. മുകളിലെ ഇക്വേഷൻ നമ്മൾ ആ ടോർക്കിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് R1 to R2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണേ. അങ്ങനെ നമുക്കൊരു ടോർക്കിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്കറിയാം P=C/R, അതാണ് യൂണിഫോം വെയർ തിയറിയിലെ ഇക്വേഷൻ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ എഫ്ഐയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. അത് അഗെയിൻ നമ്മുടെ മുകളിലെ ടോർക്കിലെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഡെറിവേഷൻ നമുക്ക് 7 മാർക്സിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത്രയും തിയറി നമ്മൾ മൊഡ്യൂൾ 2 നോക്കി വയ്ക്കുക.